വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കാം കേട്ടോ, ബാൽക്കണിയിൽ കുറച്ച് പണികളൊക്കെ ഉണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഒഴിവ് ദിവസങ്ങളിലാണല്ലോ നമുക്കിതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനെ ഒന്ന് ഈവനിങ്ങിൽ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും പാപ്പും കൂടെ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിലെ വിശേഷങ്ങൾ അതൊക്കെയാണ്. നമ്മളെ ബാൽക്കണിയിലെ ചെടികളും നമ്മളെ ചെടിയിലെ കുറച്ച് പുല്ലൊക്കെ വന്നിട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കണം. അതൊക്കെയാണ് ഇന്നത്തെ വിശേഷം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ ബാൽക്കണി ക്ലീൻ ചെയ്യാൻ വേണ്ടി പോകാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ ഓടി കയറിയതാണ് കേട്ടോ പാപ്പു. അവൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ടി വി ഒക്കെ ഓഫ് ചെയ്തിട്ട് ഇല്ല ഞാൻ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വരികയാണ് കേട്ടോ എൻ്റെ കൂടെ. ഇവിടെ ഇങ്ങനെ ഒരുപാട് ക്ലീനിങ് ഒന്നും ഉണ്ടാവില്ല. നമ്മളെ ചെടികളിലൊക്കെ എന്തെങ്കിലും പുല്ല് വന്നതും പിന്നെ മഴയത്ത് എന്തെങ്കിലുമൊക്കെ കാറ്റടിക്കുമ്പോൾ വന്നിട്ടുണ്ടാവുന്ന കുറച്ച് പരിപാടികളൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഈ ഉണങ്ങിയ ലീഫൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതിങ്ങനെ വാളിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പോട്ടാണ് കേട്ടോ. അതിലാണ് കുറച്ച് പ്ലാന്റ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ വീടൊക്കെ വെച്ച സമയത്തേ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇതിലുള്ള മണ്ണൊക്കെ മാറ്റിയിട്ടും ചെടികളൊക്കെ ഒന്ന് മാറ്റി വെക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ പുതുതായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റ്. ഇങ്ങനെ മേലോട്ടേക്ക് ഇങ്ങനെ കയറി പോകുന്ന ടൈപ്പിൽ നല്ല ഒരു ക്രീപ്പർ ടൈപ്പാണ് കേട്ടോ. അതിൽ നല്ല പൂക്കളൊക്കെ ഉണ്ടാവുമെന്ന് കേട്ടിട്ടുണ്ട്. ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ ഇത് നല്ലൊരു പ്ലാന്റ് ആട്ടോ. ഇതിൽ നമുക്കിതിൻ്റെ ആ ഒരു തണ്ട് പൊട്ടിച്ചിട്ട് വേറൊരു ചട്ടിയിൽ നട്ട് കഴിഞ്ഞാൽ തന്നെ അതേപോലെ ഫില്ലായിട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിതിന്നിപ്പം കുറേ ചെടികൾ അങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റാണ്. ഇനി നമ്മൾ ടെറസിലുള്ള ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റാണ് കേട്ടോ ജബോട്ടിക്കാവ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആമീൻ്റെ സ്കൂളിൽ നിന്നൊക്കെ ഫ്രണ്ട്സ് കൊണ്ട് കൊടുത്തിട്ടൊക്കെ പറയുന്നത് കേൾക്കാറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു തവണ നാസി ഇതേപോലെ നമ്മളെപ്പോഴും പ്ലാന്റൊക്കെ വാങ്ങിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ല പ്ലാന്റാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ വീട്ടിലിപ്പോൾ കുറഞ്ഞ സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിലും ഈ ഒരു പ്ലാന്റ് വാങ്ങി വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയാണ് കേട്ടോ. അതായത് നമ്മൾ ഇതിൻ്റെ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഒരു മുന്തിരിൻ്റെ സെയിം ടേസ്റ്റാണ് കേട്ടോ. മുന്തിരിനേക്കാളും കുറച്ചുകൂടെ അതിൻ്റെ സീഡിന് കുറച്ചൊരു കട്ടി ഉണ്ടാവും, പക്ഷേ നല്ല സെയിം അതേ ഒരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. എനിക്കെപ്പോഴും ഇങ്ങനെ എന്താ പറയുക എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. ഉറങ്ങുന്ന അങ്ങനെ വലിയ താല്പര്യമില്ല. പിന്നെ നാസിയൊക്കെ വീട്ടിലുള്ള സമയത്താണ് ഒരു 5 മിനിറ്റൊക്കെ നമുക്ക് ഉറക്കം വരണ മാതിരി ഉണ്ടാവുക. അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുകയില്ല. അപ്പം ഇതേപോലത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികളിൽ എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ കുട്ടികൾക്കും നാസിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നതും ഭയങ്കര സന്തോഷിക്കുന്നതൊക്കെ ഒരു പരിപാടിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങളും അങ്ങനെയൊക്കെയുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യും കേട്ടോ. ഈ ഒരു ചെടികളോടും അതുപോലെ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഒരു ഹാപ്പിനെസ് കാണുന്നവരുണ്ടെങ്കിൽ. പിന്നെ ജബോട്ടിക്കാബേൻ്റെ അടുത്ത് പാപ്പു നിൽക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ ഉണ്ടായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അടിയിലും ഉണ്ടാവും കേട്ടോ. അതിൻ്റെ അടിയിൽ ഇങ്ങനെ വേരിൻ്റെ അടുത്തൊക്കെ ഉണ്ടാവും. ഇത് കണ്ടോ നിറച്ചുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിളികൾ ഇത് കണ്ടുപിടിച്ചു. ഇതുവരെ കിളികൾ അങ്ങനെ വരാറുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ കിളികൾ എപ്പോഴും വന്നിട്ട് ഇത് പഴുത്ത് വരുമ്പോഴേക്കിനും കൊത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് അവരും കഴിക്കും, ബാക്കി നമ്മളും എടുക്കും. അങ്ങനെയാണിപ്പോൾ. ഇത് പിന്നെ മരമുല്ലയാണ് കേട്ടോ. ഇതിൽ നിറച്ച് പൂക്കളുണ്ടാവേ. നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുണ്ടാവും. അതിന് നല്ലൊരു സ്മെല്ലുമാണ് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു 2 പോട്ടിലുണ്ട് കേട്ടോ. പിന്നെ നമ്മളെ ബോഗൺവില്ല. ഇത് നാസീൻ്റെ ഇഷ്ടപ്പെട്ട പ്ലാന്റാണ് കേട്ടോ. അങ്ങനെ നാസിക്ക് ഇഷ്ടമുള്ള എല്ലാം ഇഷ്ടമാണ്. അപ്പോൾ ഇതും കുറച്ച് ഇഷ്ടമുള്ളതാണ് കേട്ടോ. എല്ലാ പോട്ടിലെയും ഉണങ്ങിയ ഇലകളും ഒക്കെ കട്ട് ചെയ്തു. അതുപോലെ ഈ പുല്ലൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ചെടീൻ്റെ എന്തെങ്കിലും നമുക്കിനി വളമൊക്കെ ഇടുന്ന സമയത്ത് കുറച്ചുകൂടെ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊക്കെ ഒന്ന് ശരിയാക്കി കേട്ടോ. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്ലാന്റ്. ഇതിങ്ങനെ പടർന്ന് മേലോട്ടേക്ക് ഇങ്ങനെ കയറിയിട്ടുണ്ട്. ഇതിലൊരു റെഡ് പൂക്കളോ അങ്ങനെ എന്തോ ഉണ്ടാവുന്ന കേട്ടോ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ പൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷെ നല്ല ഭംഗിയുണ്ട് അതിൻ്റെ ലീഫ് പോകുന്നത് കാണാൻ കേട്ടോ. അതിങ്ങനെ നിറച്ച് നല്ല നല്ല രസമുള്ളൊരു ലീഫുമാണ്. അപ്പം നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഇത് ഉണ്ടെങ്കിൽ ഇതിൽ ഏത് കളറ് ശരിക്കും പൂവുണ്ടാവുക എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.
പിന്നെ ഇതാ നമ്മുടെ ഈ ഒരു പോട്ടിലുള്ള ഉണങ്ങിയ പൂക്കളും ഇലകളൊക്കെ പറിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന്ന് പഴുത്തൊരു ജബൂട്ടിക്കാവ് പാപ്പുവിന് പറിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ ഒന്ന് കിളി കൊത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി അത് കഴിക്കാൻ പറ്റില്ല. പക്ഷേ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുന്തിരീൻ്റെ ഒരു അതുപോലെ തന്നെ അതിൻ്റെ ഒരു ജെല്ലി പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല മധുരം ഉണ്ടാവും. ഇതിൻ്റെ പുറത്തെ തൊലിയും കഴിക്കാൻ പറ്റും കേട്ടോ. അതിനൊരു നല്ല ഫ്ലേവറാണ്. കണ്ടോ ഇങ്ങനെ ഇത്രയും ഒരു നല്ല സോഫ്റ്റാണ് അതിൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ സീഡ് കുറച്ച് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കട്ടി ഉണ്ടാവും കേട്ടോ. നല്ല ഫ്രൂട്ടാണ്, മരമുന്തിരി എന്ന് പറയും. ടേസ്റ്റ് ഉണ്ടോ? നല്ലതാണ്. ഇഷ്ടപ്പെട്ടോ? കടിച്ചു കഴിച്ചത് നന്നാണ്. മധുരം ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ? മുന്തിരിയുടെ ടേസ്റ്റ് അല്ലേ? അപ്പോൾ ഇത് നമ്മളെ വീട്ടിലെ കുഞ്ഞ് ആമ്പൽക്കുളമാണ് കേട്ടോ. ഇതിലൊരു 2-3 പൂക്കളൊക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഇതിൽ നോക്കുന്ന സമയത്ത് മൊത്തത്തിൽ വേറെ പായൽ പോലത്തെ സംഭവം കുറേ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ആമ്പലിൻ്റെ ലീഫിനൊന്നും നിൽക്കാനൊരു സ്പേസ് ഇല്ല. ഒന്നാമത് ഇത് ചെറിയൊരു പോട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്നൊക്കെ ഒന്ന് പറിച്ചു കൊടുക്കണം കേട്ടോ. മൊത്തം ഒന്ന് ക്ലീൻ ചെയ്യാണ്. അപ്പോൾ നമ്മളിതിലുള്ള എല്ലാ പായലും പറിച്ചു കേട്ടോ. ഇനി കുറച്ച് വെള്ളം കൂടെ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മഴ പെയ്താലും ഇതിൽ വെള്ളം നിറയും. പക്ഷേ ഇപ്പോൾ അത്ര വലിയ മഴയില്ലല്ലോ. അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഫില്ല് ചെയ്തു കംപ്ലീറ്റ് ആയിട്ട് ഇപ്പോൾ നീറ്റാക്കി കേട്ടോ. നല്ല മധുരം ഉണ്ടോ? സ്കൂൾ വിട്ട് വന്ന് ഡ്രസ്സ് ചെയ്യുന്നതിന് മുന്നേ വന്ന് കഴിക്കാണ്ട് അല്ലേ? ഇത് പാലപ്പൂവല്ല കേട്ടോ, അതുപോലെ തന്നെയുള്ള വേറൊരു പ്ലാന്റ് ആണ്. പക്ഷേ ഇത് നല്ല രസമാണ്, നിറച്ച് പൂക്കൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ബാൽക്കണിയിലുള്ള ഇങ്ങനത്തെ ചെറിയ പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ നമ്മൾ വാങ്ങിച്ചിട്ടുള്ള വേറെയും കുറച്ച് ഫ്രൂട്ട്സിൻ്റെ പ്ലാന്റൊക്കെ ഉണ്ട്. അതിലിപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കാഴ്ചയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പം നമ്മളിത് അവിടെ ഒരു കാപ്പിയൊക്കെ കുടിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ഇവിടെ വന്നിട്ട് കാപ്പി കുടിക്കാനും അതുപോലെ നമുക്ക് വെറുതെ വന്നിരിക്കാനൊക്കെ പറ്റിയ നല്ലൊരു സ്ഥലമാണ് കേട്ടോ. നല്ലൊരു ഫീലാണ്, നല്ലൊരു കാറ്റൊക്കെ ഉണ്ടാവും. അപ്പം ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് നമ്മളൊരു ദിവസം ഭയങ്കര അടിപൊളിയാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിൽ ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.